ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മളെ കാണാൻ വന്നിരുന്നേ. അങ്ങനെ ഒരു 1-2 കൊല്ലത്തിന് ശേഷം കണ്ട സ്നേഹപ്രകടനം കേട്ടോ ഈ കാണുന്നത്. എനിക്ക് ഒരു വിഷമമില്ല. എനിക്ക് ലൈംലൈറ്റ് വരണ്ട. ഇവിടെ ആൻഡ്രോയിഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഐഫോൺ നേരത്തെ താഴെ കിടക്കുന്ന ഇപ്പൊ കാണാത്തവർ വെള്ളത്തിൽ ഇറങ്ങട്ടെ അല്ലേ? കട്ട് ചെയ്താ എനിക്ക് വിഷമം വരും കേട്ടോ. പിഴുതെറിയും നമ്മളെ. എല്ലാവരെയും കൂട്ടി ഇവിടെ മിനി ഗോവയിൽ വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പകുതി ടീമേ ഉള്ളൂ, ബാക്കി പകുതി ടീം വഴി തെറ്റിപ്പോയിട്ടുണ്ട്. ലെഫ്റ്റ് എടുക്കാൻ മറന്നതല്ല, ലെഫ്റ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ലെഫ്റ്റ് തന്നെ അവരെടുത്തു. ലൈവ് ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ടീം ഒരുമിച്ചായി. അവിടെ ഒരു മാടപ്രാക്കളെ കണ്ടോ, വെള്ളരി പ്രാവ്. അവരിവിടെ എത്തി. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കൂടെ വന്ന 5 പേരെ കാണുവാനില്ല. കാണാതായ സംഘത്തെ തേടി അശ്വതിയും അതിലും. നിങ്ങൾ ആ വളം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അതൊക്കെ എടുത്ത് ഇവരല്ലേ നമ്മളത് എടുക്കൂലായിരുന്നു. നിങ്ങൾ വിളിച്ചോണ്ട് നമ്മൾ എടുത്തു. നിങ്ങൾ ഞങ്ങളുടെ വണ്ടി എത്ര നേരം കണ്ടോണ്ടിരുന്നതല്ലേ? ഓക്കെ, ഇവൻ കാരണമാണ്. നിങ്ങൾ കറങ്ങി വന്നു. ചെറിയൊരു വഴി കൂടെ പോയി അവിടെ നോക്കിയപ്പോ റെയിൽ പാളം കണ്ടില്ല. പിന്നെ അവിടെ ബാക്കെടുത്ത് പിന്നെ ഹൈവേ പോയി. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മിനി ഗോവയിലേക്കാണ്. അങ്ങനെ നമ്മൾ മിനി ഗോവ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ അതെ, ജിത്തുബായിയുടെ എന്തായിരുന്നു മറ്റേ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബ്ലോഗ് ഉണ്ടാക്കുന്നത്. ചിരിക്കണ കേട്ടോ, നിന്നോട് ഒച്ച ചിരിച്ചോ? ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാവി പാലത്തിനടുത്ത് മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആക്ച്വലി കാണുന്നുണ്ടോ, ഒരു കണ്ടൽക്കാടാണ്. അവിടെ കണ്ടൽക്കാടുകൾ. അവിടുന്ന് ഇതിങ്ങനെ പുഴയോ കായലോ, പുഴ അല്ലേ, പുഴ വന്നിട്ട് ആ പുഴ ഇങ്ങനെ കടലുമായി ചേരുന്നൊരു ഭാഗമാണിത്. പതുക്കെ പതുക്കെ ഇപ്പം ചെയ്തിട്ടാണ് നിങ്ങൾ കാണും. അത് കടൽ, പിന്നെ പുഴയും കായലും കടലും അഴിമുഖം. ആൻഡ് ഒരു ഫൺ ഫാക്ട് ഞാൻ പറയട്ടെ. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ഫസ്റ്റ് ടൈം കാണാൻ വന്നപ്പം നമ്മൾ മീറ്റ് ചെയ്തത് നമ്മൾ ഇവിടെ വന്നു. ആൻഡ് അന്ന് ഞാൻ ഇതേ ഉൾപ്പെടുന്നു കേട്ടോ. ഇന്ന് ആക്സിഡൻ്റലി ഇങ്ങോട്ടേക്ക് എല്ലാവരും നമ്മൾ പ്ലാൻ ചെയ്ത് വന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതേ ഉടുപ്പാണ്. എനിക്ക് ഉടുപ്പ് മാത്രമല്ല, അതുപോലെ എനിക്ക് ഭയങ്കര സ്വീറ്റായി തോന്നുന്നുണ്ട്.
ഗൈസ്, അപ്പം നമ്മളിപ്പം കൊളാവി പാലത്തിൻ്റെ അടുത്തുള്ള മിനി ഗോവ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പുഴയും, അതായത് കായൽ, പുഴയാണോ കായലാണോ എന്ന് എക്സാക്ട്ലി എനിക്കറിയില്ല, അതും ഈ കടലും തമ്മിൽ ചേരുന്ന സ്ഥലമാണ്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് മാൻഗ്രൂവ്സ്, നമ്മുടെ കണ്ടൽ കാടുകളും ഉണ്ട്. ഇത് പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു, ഇപ്പൊ കുറച്ച് ഭംഗി കുറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം കയറി. ഇപ്പൊ ഞങ്ങൾ പണ്ട് ഒരിക്കലും ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കയറി ഒരു കുഞ്ഞു സ്ഥലത്ത് മാത്രം എന്താ പറയാ, ആ വൈറ്റ് സാൻഡൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഇവിടെ ഈ കടല് ഈ അടുത്ത് കുറച്ചു കാലം മുന്നേ ഒന്നായിട്ട് ഷേപ്പ് മാറി, അങ്ങനെയാണ് ആ അവിടെയുള്ള മണൽത്തിട്ട മൊത്തം പൊങ്ങി വന്നത്. ഷിഫ്റ്റിംഗ് ബീച്ച് എന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഒരു ബീച്ചുണ്ട്, അവിടെ സാൻഡ് ബാങ്ക്സ് ബീച്ചുണ്ട്. കയ്യിലേക്ക് സൂക്ഷിച്ചു. ജീവനുള്ളതാണോ? അതെ, കടുക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? കടിച്ച പ്രശ്നമാണ്. ഇവൻ കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു ചത്താണോന്ന്, ഫോൺ പറയാൻ ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം സന്ധ്യയായി. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, നല്ല രസമായിരുന്നു. പിന്നെ പതുക്കെ വെള്ളം കയറുന്ന പോലെ പെട്ടെന്ന് നമ്മൾ നിന്ന സ്ഥലത്ത് പെട്ടെന്ന് അങ്ങ് വെള്ളം കൂടി. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് മിനി ഗോവനോട് ചാച്ച ബൈ ബൈ പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ദിവസം അടുത്ത വെക്കേഷന് വരുന്നതാണ് മിനി ഗോവയിലേക്ക്. വെള്ളം ഇതാണ് നമ്മൾ പറഞ്ഞ ഇതൊക്കെ അണ്ണന് വെറും നിസ്സാരം. ഇത് സാധാ അൽഫാം, ഇത് പെരി പെരി അൽഫാം, ഓഫ് കോഴ്സ് ഇത് പൊറോട്ട, കേരള പൊറോട്ട, ഇത് മന്തി. ഒരു കിഫ്ബിയുടെ ആളല്ലേ, കേരള സർക്കാരിന്റെ സ്വന്തം പ്രൊഡക്റ്റ്. എടാ അതിന് നീ മുറുക്കി, അത് കിട്ടി നമുക്ക്, പടം മാറ്റി വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവരെയും കൊണ്ട് എത്തിയിരിക്കുന്നത് കോട്ടയിൽ അമ്പലത്താണ്. ഈ അമ്പലത്തിൽ ഫേമസ് ആയിട്ടൊരു കുളമുണ്ട്. ഇവിടെ കുറേ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കുളമാണ്, സർഗം സിനിമയിലൊക്കെ അല്ലേ. നമുക്കിനി കുളം കണ്ടിട്ട് വരാം. സർഗം സിനിമയിലെ കുട്ടനമ്പുരാന്റെ കുളം, സൂപ്പർ കുളം. അവിടെ എത്തിയിട്ട് കുളം കാണിച്ചു തരാമേ.
വളരെ കാലത്തിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു മസ്റ്റ് ഫീലിംഗ് ആണ്. പിന്നെ നല്ലൊരു ചൂടും ഇല്ല വെയിലും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് അല്ലേ? നല്ല കാലാവസ്ഥ. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഒന്ന് ചാടുന്ന വെച്ചു. നീന്തലും അറിയില്ല. ഞാൻ പഠിക്കും, അത് ഞാൻ ചാടും. ഗൈസ്, അപ്പം നമ്മൾ കുളത്തിലെത്തി. നല്ല രസമുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ശരിക്കും നല്ല രസമുണ്ട്. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവർ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പണ്ട് ഇതിനും ഭംഗിയായിരുന്നു, മറ്റേ ചുറ്റിനും കാവ് പോലെ. ഇപ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്ത്, പക്ഷെ സ്റ്റിൽ ഭയങ്കര ഭംഗിയാണ്. ഇത് സിമെന്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് കല്ലുകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണല്ലേ കുളത്തിലെ പടവുകളൊക്കെ. കല്ലുകൾ തമ്മിൽ എന്തോ പ്രത്യേകതരം ലോക്കാണ്. അവിടെയൊക്കെ നോക്കാം. ഇവിടുന്ന് തന്നെ എടുക്കുന്ന ചെങ്കല്ല് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏരിയ മൊത്തത്തിൽ ചെങ്കല്ലല്ലേ? പുറത്തേക്ക് ലാറ്ററൈറ്റ് ബെൽറ്റ് പെട്ട സ്ഥലമാണ്. ആ സിനിമയിൽ ഇനി ആ സിനിമ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. ബിരിയാണി നല്ല രസമുണ്ട്, അടിപൊളി. അത് പറയാൻ നല്ല രസമുണ്ട്. പറഞ്ഞ മൂക്കാർക്കൊന്നും പറയില്ല. സുന്ദരനാണ്, സുമുഖനാണ്, കുട്ടപ്പനാണ്. നീ പോടാ, നീ പൊട്ടനാണ്. താടിക്കൊരു പൊട്ട് കൊടുക്കാട്ടോ. നിന്റെ തലയിൽ നിന്റെ തലയിൽ ഇവിടെ പൊട്ടിട്ടിട്ട് പൊട്ടാന്ന് വിളിക്കാം. അയ്യോ അത് വേണ്ട, അത് വേണം. കാവില് വന്നിട്ട് ഭഗവതിയെ കണ്ടില്ല. ഇത് നമ്മള് ഉമ്മ വെച്ച് ഇവിടെ തുടങ്ങും. ആക്ച്വലി നമ്മുടെ ജീവിക്കുന്ന അയൺമാനാണ്. ആക്ച്വലി താടിനെ വിഷന്ന് വിളിക്കാം അവിടെ പൊട്ടി കളിക്കല്ലേ. ഇവര് ശ്വാസം മുട്ടി ചത്തോന്നാണ്. കണ്ണാടി വരെ ഡാൻസ്. അതിഞ്ഞ് പതുക്കെ ഇരുന്ന് ഇളകി വരട്ടെ. നമ്മള് തല ചെയ്തിട്ട് ഇവർക്കൊക്കെ വട്ടാണ്. വെട്ടിക്കളയോ? ആ കണ്ടില്ലേ, ഉരുണ്ടിരിക്കണോ? പിടിച്ചു നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അത്രയും പോരാ. ഇത് നമ്മള് തല ചെയ്തിട്ട് മറ്റേ ഈ നീഗ്രോസിന്റെ ഒക്കെ ഇതില്ല, ഇങ്ങനെ ഓരോന്നും അങ്ങനെ അപ്പൊ അതിന്റെ സൈഡിലുള്ളത് പിന്നെ അങ്ങോട്ടാവും. പിന്നെ ഹലോ, ഇവിടെ ഓരോന്നോരോന്നിട്ട് വെക്കുക. ഇവിടെ ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്താണ് അങ്ങനെ ഡൈ എടുത്താൽ അടുത്ത ക്രിസ്മസിന് നടക്കുന്നത്. മഴ പെയ്യാൻ പോകുന്നുണ്ട്. സമയം നട്ടുച്ച 2 മണിയാണ്. പക്ഷെ നല്ല ഇന്നത്തെ വെതർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വെതർ, ഇന്ന് വെയിലില്ല. ചെറിയൊരു മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട്. മഴ പെയ്യുന്ന കടൽ വളരെ പ്രക്ഷുബ്ധമാണ്.